യുളില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. ഖുർആൻ കൊണ്ട് ചിലപ്പോൾ പല ആളുകളും പിഴച്ചു പോകുമെന്ന് ഖുർആനിലുണ്ട്. അതിനെ സമീപിക്കേണ്ട വിധത്തിലല്ലാതെ സമീപിച്ചാൽ ഖുർആൻ കൊണ്ട് പിഴച്ചു പോകുമെന്നൊരു വാക്ക് ഖുർആനിലുണ്ട്. അതിനെ സമീപിക്കേണ്ട വിധത്തിലല്ലാതെ സമീപിച്ചാൽ അതുകൊണ്ടൊരു മനുഷ്യൻ പിഴച്ചു പോകും എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് ലോകത്താരെങ്കിലും പിഴക്കും എന്നൊരു വാക്ക് ഖുർആനിലില്ല. മുഹമ്മദ് നബിയെ കൊണ്ട് പിഴക്കൂല, ഒരിക്കലും പിഴക്കൂല, ഒരാളും പിഴക്കൂല. ഖുർആൻ കൊണ്ട് പിഴച്ചു, അങ്ങനെയുണ്ട്. ഖുർആൻ കൊണ്ട്, ഖുർആനിന്റെ ശകലങ്ങൾ കൊണ്ട്, അതിന്റെ ഉപമകൾ കൊണ്ട്, അതിന്റെ പൊരുളുകൾ അറിയേണ്ട വിധത്തിൽ അറിയായിക കൊണ്ട് യുളില്ലു ബിഹി കസീറാ വയഹ്ദി ബിഹി കസീറാ. പല ആളുകളും പിഴച്ചു എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ യുളില്ലു ബി മുഹമ്മദിൻ, മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും പിഴച്ചുവും പിഴപ്പിച്ചുവും ആരെങ്കിലും എന്നൊരു വാക്ക് ഖുർആനിലില്ല, ഒരിക്കലുമില്ല. ഉടമക്കാരനായ റബ്ബ് സുബ്ഹാനഹു വ തആല അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം അടിമകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ വലിയ ഒരു ഭാഗ്യം, ഒരു നേട്ടം, ഒരു സുമോഹന സൗഭാഗ്യം അടിമകൾക്ക് കൊടുക്കാൻ ഉടമക്കാരൻ ഉദ്ദേശിക്കാത്തതുപോലെയാണ്. കൊടുത്തുകൂടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിലില്ല. ഉടമക്കാരനിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയത് ഒരാൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. പക്ഷേ എന്താണ് ഉടമക്കാരൻ നൽകിയ ഭാഗ്യം, മഹത്വം, സുമോഹന നേട്ടം എന്ന് മനസ്സിലാക്കുന്നിടത്ത് അടിമകൾ പരാജയപ്പെടുക എന്നിടത്ത് മാത്രമാണ് വിഷയമുള്ളത്. ദുനിയാവിലായാലും ആഖിറത്തിലായാലും അതിനേക്കാൾ വലിയൊരു നേട്ടം ചെയ്തു കൊടുക്കാനില്ല. അങ്ങനെ ഒരു ഭാഗ്യം ഉടമക്കാരൻ അടിമകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെക്കാൾ വലിയൊരു ഭാഗ്യം ഇനി ഉടമക്കാരന് അടിമകൾക്ക് കൊടുക്കാനില്ല, കൊടുക്കുകയുമില്ല. ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. കിട്ടാവുന്നതിൽ വലിയ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞു. ഇനി അത് മനസ്സിലാക്കുന്നിടത്ത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നേ ഉള്ളൂ. ഒരാൾക്ക് മാണിക്കക്കല്ല് വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അയാൾ എന്ത് ചെയ്ത് മാണിക്കക്കല്ലിന് കൊടുത്തു. ചിലർ അതിനെ കല്ലായി മനസ്സിലാക്കി, ചില ആളുകൾ അതിനെ മാണിക്കക്കല്ലായി മനസ്സിലാക്കി. എന്നാലോ സാധനം ഒന്നാണ്, മാണിക്കക്കല്ല്. ഈ മാണിക്കക്കല്ലിനെ മനസ്സിലാക്കിയിടത്ത് പരാജയം സംഭവിക്കും ചിലർക്ക്. ചിലരത് ഒന്നുമല്ലാത്തൊരു കല്ലായി മനസ്സിലാക്കും. അപൂർവം ആളുകൾ അവരുടെ തൗഫീഖ് കൊണ്ട് അത് മാണിക്കക്കല്ലായും മനസ്സിലാക്കും. ഇനി മുഅത്തിയായ അത്വാ നൽകുന്ന, സമ്മാനം കൊടുക്കുന്ന, നൽകുന്നവനായ, ഔദാര്യവാനായ ഈ മുതലാളിക്ക്, ഈ രാജാതിരാജന് ഈ മാണിക്കക്കല്ലിനേക്കാൾ വലിയൊരു സമ്മാനമൊന്നും കൊടുക്കാനില്ല. ഇനി മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. ചിലർ അതിനെ കല്ലായി മനസ്സിലാക്കും, ചിലർ അതിനെ മാണിക്കക്കല്ലായി മനസ്സിലാക്കും. മാണിക്കക്കല്ലായി മനസ്സിലാക്കുന്നവർ വളരെ പൂർവമായിരിക്കും. ഭൂരിഭാഗം ആളുകളും അതിനെ കല്ലായിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ അവർ പരാജയപ്പെടും. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയാനാണ് ഇത് പറഞ്ഞത്. അടിമകളായ നമുക്ക് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇനി തരാനില്ല. അത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ സമ്മാനത്തിലെ ഏറ്റവും വലിയ സമ്മാനം മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അടിമകളായ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. ഇനി എന്താ പ്രശ്നം? പ്രശ്നം ചില ആളുകൾ അതിനെ ഹജറായി മനസ്സിലാക്കും, ചില ആളുകൾ യാഖൂത്തായി മനസ്സിലാക്കും. അപൂർവം ആളുകൾക്ക് അത് യാഖൂത്തായി മനസ്സിലാക്കാൻ കഴിയൂ. യഥാർത്ഥ യാഖൂത്തിനെ മനസ്സിലാക്കുന്നവർക്ക് യഥാർത്ഥ സുന്നി എന്ന് പറയും. ഒരാൾ സുന്നി.
സുന്നി എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നതോ ഒന്നുമല്ല, താടി വെക്കുന്നതോ സുന്നത്ത് നിസ്കരിക്കുന്നോ ഒന്നുമല്ല. അതൊക്കെ അതിലുള്ളൂ, അതിൽ പെടും, അത്രയേ ഉള്ളൂ. അതൊക്കെ ചെയ്യും, ചിലപ്പോൾ ചെയ്യാതെയും ഇരിക്കും. സുന്നത്തല്ലേ, ചെയ്യുന്നത് നല്ലത്, ചെയ്തില്ലെങ്കിലോ കുഴപ്പമില്ല. പക്ഷേ മാണിക്കക്കല്ലിനെ അവർ മാണിക്കക്കല്ലായി തന്നെ മനസ്സിലാക്കും. ആര്? യഥാർത്ഥ സുന്നികൾ. സുന്നി എന്ന് പറയാം. മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. മുഹമ്മദ് മനുഷ്യനല്ലേ? അതിമനുഷ്യനാണ്, എന്നാൽ മനുഷ്യനല്ല. എന്നാൽ സാധാരണ നിങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യനല്ല മുഹമ്മദ് മുസ്തഫ. യാഖൂത്ത് മാണിക്കക്കല്ല്, കല്ലല്ലേ? അതെ, കല്ലാണ്. ലാക്കൽ ഹജരി, നീ വിചാരിച്ച കല്ലല്ല. എന്നാ കല്ലല്ലേ? കല്ലാണ്. മാണിക്കക്കല്ല് കല്ലല്ലേ? കല്ലാണ്. പക്ഷേ നീ വിചാരിക്കുന്ന കല്ലല്ല. മുഹമ്മദ് മനുഷ്യനല്ലേ? അതെ, മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നീ വിചാരിക്കുന്ന മനുഷ്യനല്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് ഫത്ഹ് എന്ന് പറയുക. ഇതിന് ഫത്ഹ് കിട്ടണം. ഹൃദയം അല്ലാഹു തആല തുറന്നു കിട്ടിയവർ നൽകിയവർക്കല്ലാതെ ഈ മാണിക്ക കല്ലിന്റെ വില മനസ്സിലാക്കാൻ കഴിയുകയില്ല. അല്ലാത്തവർ എന്ത് ചെയ്യും? ഇവിടെ ഖുർആൻ എത്തിച്ചേരാൻ ഒരു മാധ്യമം മാത്രമാണ് മുഹമ്മദ് എന്ന് മനസ്സിലാക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും അങ്ങനെയാണ്. ഇവിടെ ഖുർആൻ എത്തിച്ചേരാനുള്ള ഒരു മാധ്യമമാണ് മുഹമ്മദ് എന്ന് മനസ്സിലാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദിന് പ്രസക്തിയില്ല എന്ന് ചിന്തിക്കുന്ന മുസ്ലിം നാമധാരികൾ അനവധിയുള്ള ഒരു നാട്ടിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചാണ് ഇനി നമ്മുടെ കൂട്ടിപ്പിടിച്ച ഒന്നാകൽ നടക്കാൻ പോകുന്നത്. അതിനാണിപ്പോൾ നമ്മൾ ഖൈറുമ്മ എന്ന് പറയാം. അതൊരിക്കലും ഖൈറുമ്മ ആവുകയില്ല. ഒരാൾ ഖൈറുമ്മയാണെങ്കിൽ അയാൾക്ക് മുഹമ്മദിന്റെ വില അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ വളരെ ചിന്തിക്കണം. ഇന്നലെ രാത്രി റബീഉൽ അവ്വൽ 1 ചിലർക്കത് വല്ലാത്ത രാത്രിയാണ്, ചിലർക്കത് സാധാരണ രാത്രിയാണ്. ആര്? മുസ്ലിമീങ്ങളെ കാര്യം ഞാൻ പറഞ്ഞത്. ചിലർക്കൊരു പ്രത്യേകതയുമില്ല, ചിലർക്ക് വല്ലാത്ത പ്രത്യേകതയാണ്. എന്തുകൊണ്ട്? എല്ലാം യോജിച്ചു വന്നു. റബീഉൽ അവ്വൽ 1 രാവും ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച രാവും എല്ലാം യോജിച്ചു വന്നപ്പോൾ പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേന്മഴ എന്ന് പറഞ്ഞതുപോലെയാണ് ചില ആളുകൾക്ക് അനുഭവിച്ചത്. ചില ആളുകൾക്ക് ഉറങ്ങാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഹബീബിന്റെ വില അവരെ ഹൃദയം ഉൾക്കൊണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വില ഉൾക്കൊണ്ടതുകൊണ്ട് അവരെ ഹൃദയത്തിന് ആ രാത്രി ഉറങ്ങാൻ കഴിയുകയില്ല. ഇതാണ് ദീൻ എന്ന് പറയുന്നത്. ദീൻ എന്നാൽ ഒരാൾ ഖീമത്ത് മുഹമ്മദിന്റെ വില അറിയലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുഹമ്മദ് അംഫസാണ്, വില മതിക്കാനാവാത്തതാണ്, അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയില്ല. ഒരാൾക്ക് ദീനിനെ അറിയുക എന്നാൽ വില നിശ്ചയിക്കാനാവാത്ത ഒരാളുടെ അനുയായിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കില്ല. ആ ആൾക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാളുടെ അനുയായിയാണ് ഞാൻ എന്ന് മനസ്സിലാക്കലാണ് ഒരാൾ മുഅ്മിനാവുക എന്ന് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ ആൾക്ക് വില നിശ്ചയിക്കാൻ കഴിയുകയില്ല. ആ ആൾക്ക് വില നിശ്ചയിക്കാൻ കഴിയില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ മുഹമ്മദ് മുസ്തഫയുടെ വില മനസ്സിലാക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയൂല. എന്തുകൊണ്ട്? അത്ര വലിയ സ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫക്ക്. സർവ്വലോകർക്കും അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. സ്വർഗം സർവ്വലോകർക്കും അനുഗ്രഹമല്ല, സ്വർഗം അതിൽ പ്രവേശിക്കുന്നവർക്ക് മാത്രം അനുഗ്രഹമാണ്. സ്വർഗത്തേക്കാൾ വലിയ ആളാണ് മുഹമ്മദ് മുസ്തഫ. വമാ ഖലഖ്തുക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന സ്വർഗത്തെ പറ്റി ആയത്തില്ല. എന്നാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന മുത്തുനബിയെ പറ്റി ആയത്തുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അനുഗ്രഹമാണ്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ അനുഗ്രഹമാണ്. എങ്ങനെ? അതെനിക്കറിയില്ല. സ്വർഗം അതിൽ പ്രവേശിക്കുന്നവർക്ക് അനുഗ്രഹമാണ്. മുഹമ്മദ് മുസ്തഫ സകല സൃഷ്ടിക്കും അനുഗ്രഹമാണ്. അതെങ്ങനെ? അതറിവില്ല, എനിക്കറിവില്ല. അത്രയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കതറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും എന്റെ നബി അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. ആ നബിയെ പറ്റി പറഞ്ഞൊരു വാക്ക് സ്വർഗത്തെ പറ്റി അല്ലാഹു പറഞ്ഞിട്ടില്ല. സ്വർഗമേ, ഞാൻ സകല ജനങ്ങൾക്കും അനുഗ്രഹമായി നിന്നെ പടച്ചു എന്ന് അല്ലാഹു തആല സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിന്തിക്ക്.
എല്ലാവർക്കും അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ എന്ന് അല്ലാഹു പറഞ്ഞു. എല്ലാവർക്കും അനുഗ്രഹമാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ വലിയതല്ലേ? തീർച്ചയായും വലിയതാണ്. അല്ലാഹുവിന്റെ കലാമല്ലേ? തീർച്ചയായും വലുതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ. മുഹമ്മദ് മുസ്തഫയോ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആനോ റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ. അനല്ല പറഞ്ഞത്, അല്ലാഹുവാണ്. ഖുർആൻ വലുതല്ലേ? ആണ്. ഞാൻ നിങ്ങൾ ഒരു വാദപ്രതിവാദത്തിനും ഇല്ല. പക്ഷെ ഖുർആനാണ് ഈ പറഞ്ഞത്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ലേ? അതെ, അതിന് വലിയ വിലയില്ലേ? ഏറ്റവും വിലയുണ്ട്. ഇതിനൊന്നും ഇവിടെ സംശയമില്ല. പക്ഷേ അല്ലാഹു തആല ഖുർആനെ പറ്റി പറഞ്ഞതും നബിയെ പറ്റി പറഞ്ഞതും ഭാഷ ആലോചിക്ക്. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ. സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സകലർക്കും സകല ലോകങ്ങൾക്കും അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ. രണ്ടും ഒരേ ഭാഷയാ. റഹ്മത്ത് ഒന്ന് റഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ, ഒന്ന് റഹ്മത്തൻ ലിൽ ആലമീൻ. രണ്ടും ഭാഷ റഹ്മത്താണ്, അനുഗ്രഹമാണ്. ഖുർആനും അനുഗ്രഹമാണ്, മുഹമ്മദ് മുസ്തഫ അനുഗ്രഹമാണ്. പക്ഷേ ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമാണ്. മുഹമ്മദ് മുസ്തഫയോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ചിന്തിക്ക്. ഏതെങ്കിലും ഓഫീസിൽ ബുദ്ധി പണയം വെച്ച് ഏതെങ്കിലും വൃത്തികെട്ട ആശയങ്ങൾ നാട്ടിൽ പ്രചരിപ്പിക്കണം എന്ന് ലക്ഷ്യപ്പെട്ട് പ്രവർത്തിക്കരുത്. ആത്മാർത്ഥമായി മനസ്സിനെ തുറന്നു വെക്ക്, എന്നിട്ട് ചിന്തിക്ക്. ഇതിനൊക്കെ എതിര് പറയുന്ന ആളുകൾക്ക് മറുപടി പറയാൻ ആവാത്തത് കൊണ്ടല്ല, ഇതിനൊക്കെ പരമാവധി മെനക്കെടരുതെന്ന് വിചാരിച്ച് ഞാൻ പുറകോട്ട് നിൽക്കുകയാണ്. പുണ്യനബിയെ പറ്റി അല്ലാഹു തആല പറഞ്ഞ ഈ വാക്ക് നീ ആലോചിക്കും. യുളില്ലു ബിഹി കതീറാ വയഹ്ദി ബിഹി കതീറാ. ഖുർആൻ കൊണ്ട് ചിലപ്പോൾ പല ആളുകളും പിഴച്ചു പോകുമെന്ന് ഖുർആനിലുണ്ട്. അതിനെ സമീപിക്കേണ്ട വിധത്തിലല്ലാതെ സമീപിച്ചാൽ ഖുർആൻ കൊണ്ട് പിഴച്ചു പോകുമെന്നൊരു വാക്ക് ഖുർആനിലുണ്ട്. അതിനെ സമീപിക്കേണ്ട വിധത്തിലല്ലാതെ സമീപിച്ചാൽ അതുകൊണ്ടൊരു മനുഷ്യൻ പിഴച്ചു പോകും എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് ലോകത്താരെങ്കിലും പിഴക്കും എന്നൊരു വാക്ക് ഖുർആനിലില്ല. മുഹമ്മദ് നബിയെ കൊണ്ട് പിഴക്കൂല, ഒരിക്കലും പിഴക്കൂല, ഒരാളും പിഴക്കൂല. ഖുർആൻ കൊണ്ട് പിഴച്ചു, അങ്ങനെയുണ്ട്. ഖുർആൻ കൊണ്ട്, ഖുർആനിന്റെ ശകലങ്ങൾ കൊണ്ട്, അതിന്റെ ഉപമകൾ കൊണ്ട്, അതിന്റെ പൊരുളുകൾ അറിയേണ്ട വിധത്തിൽ അറിയായിക കൊണ്ട് യുളില്ലു ബിഹി കതീറാ വയഹ്ദി ബിഹി കതീറാ. പല ആളുകളും പിഴച്ചു എന്ന് ഖുർആനിലുണ്ട്. എന്നാൽ യുളില്ലു ബി മുഹമ്മദിൻ, മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും പിഴച്ചു പോവും, പിഴപ്പിച്ചു പോവും ആരെങ്കിലും എന്നൊരു വാക്ക് ഖുർആനിലില്ല, ഒരിക്കലുമില്ല. അങ്ങനത്തെ ഒരു വാക്യ ഖുർആനിലില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇതെന്താ അങ്ങനെ? എടോ, ഒരു കാര്യം തീരുമാനിക്കേണ്ടത് റബ്ബല്ലേ? റബ്ബ് അങ്ങനെ പറഞ്ഞു. മുഹമ്മദ് മുസ്തഫ തങ്ങളെ കൊണ്ട് ആ പിഴച്ചു പോകും എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല, വാക്കില്ല, അങ്ങനത്തെ ഒരു വാക്കില്ല. മുഹമ്മദ് മുസ്തഫയെ കൊണ്ട് മഹാലോകർ പിഴച്ചു പോകും എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല. മുഹമ്മദ് മുസ്തഫ പിഴക്കാനുള്ള മാധ്യമമാണ് എന്നൊരു വാക്ക് ഖുർആനിൽ ഇല്ല, അത്ര വാക്ക് ഖുർആനിലില്ല. ആ 6000 ചില്ലാൻ ആയത്ത് പരിശോധിച്ചാൽ മുഹമ്മദ് നബിയെ കൊണ്ട് ഒരാൾ പിഴച്ചു പോകും എന്നൊരു ആയത്ത് ഖുർആനിൽ കിട്ടൂല. എന്നാൽ ഖുർആൻ കൊണ്ട് പലരും പിഴച്ചു പോകും എന്ന് ഖുർആനിലുണ്ട്. അപ്പോൾ അല്ലാഹു മുഹമ്മദിയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വില എത്ര എന്ന് ചിന്തിക്കുക. അതാണ് അറിയേണ്ടത്.
അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഖുർആൻ കാണാത്ത പലരും സ്വർഗാവകാശികളായി. എന്നാൽ മുഹമ്മദിയത്ത് കാണാത്ത പോയ ഒരാൾ സ്വർഗാവകാശി ആവുകയില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടാവില്ല. മുഹമ്മദിയത്തിന് വില നിശ്ചയിക്കാതെ മുഹമ്മദിയത്ത് കാണാത്ത പോയ ഒരാൾക്ക് സുഖം ഉണ്ടാവില്ല, അതാണ് പൊരുത്തം ഉണ്ടാവില്ല. അത് സംഭവം ഇമ്പോസിബിൾ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിക്കാത്ത ഒരാൾക്കും സുഖം കിട്ടാം. അങ്ങനത്തെ എത്രയോ സംഭവമുണ്ട്. വിശ്വസിച്ചു, പക്ഷേ ഒരു ബിസ്മി പോലും പഠിക്കാതെ ചില ആളുകൾ മരിച്ചുപോയി. അവർക്ക് പരലോകത്ത് ലഭിക്കാനുള്ള സൂചനകളെ പറ്റി, നേട്ടങ്ങളെ പറ്റി പുണ്യ റസൂൽ സൂചന നൽകുകയും ചെയ്തു. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കാണാതെ പോയ ഒരാൾക്ക് മുസ്ലിമാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദിയത്തിന്റെ വില മനസ്സിലാക്കാത്ത ഒരാൾക്ക് മുസ്ലിമാൻ കഴിയില്ല. ആൾക്ക് അല്ലാഹുവിനെ പൊരുത്തമുണ്ടാവില്ല. ഖുർആനിന്റെ അക്ഷരം പഠിച്ചില്ലേന് പ്രശ്നമില്ല. ഖുർആൻ വലുതല്ലേ? തീർച്ചയായും വലുതാണ്. പക്ഷേ അത് പഠിക്കാതെ മരിച്ചവരുണ്ട്. അവരൊക്കെ നല്ലവരായി മരിച്ചിട്ടുമുണ്ട്. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. റമളാൻ നോമ്പ് അനുഷ്ഠിച്ച ആളുകൾ വലിയ ഭാഗ്യവാന്മാർ തന്നെ. പക്ഷേ ഒരാൾക്ക് സ്വർഗം ലഭിക്കാൻ റമളാൻ നോമ്പ് വാജിബാണെങ്കിൽ ഒന്നാം ദിവസം തന്നെ അല്ലാഹു റമളാൻ നോമ്പിനെ അറിയിക്കണ്ടേ? ഇല്ല. റമളാൻ നോമ്പ് വരുന്നത് മുത്തുനബിയുടെ 54-ാമത്തെ വയസ്സാണ്. പിന്നെ 9-ാമത്തെ കൊല്ലത്തിൽ വഫാത്തായി മുഹമ്മദ് മുസ്തഫ. നബുവത്തിന് ശേഷം 23 കൊല്ലമാണ്. അതിൽ 14 കൊല്ലവും റമളാൻ നോമ്പില്ല. 14-ാമത്തെ കൊല്ലം വരുന്നത്. മുഅ്മിനെ ചിന്തിക്കണം. നിസ്കാരവും ജമാഅത്തും ജുമുഅയും എല്ലാം വളരെ വലുതല്ലാണ്. പക്ഷേ അതില്ലാത്ത കാലം ധാരാളമാണ്. അതില്ലാത്ത എത്രയോ ആളുകൾ സ്വർഗാവകാശികൾ മരിച്ചിട്ടുണ്ട്. ജുമുഅയിൽ പോകാതെ എത്രയോ സ്വർഗാവകാശി മരിച്ചിട്ടുണ്ട്. അന്ന് ജുമുഅയില്ല, അന്ന് 5 വഖ്ത് നിസ്കാരവും ഇല്ല. പക്ഷേ അവർക്കെല്ലാം ഖീമത്ത് മുഹമ്മദ് അറിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ എല്ലാം അറിയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. അതിന്റെ വില അറിയും, മുഹമ്മദിയത്തിന്റെ വില അറിയും. ചിന്തിക്ക്. ഖുർആൻ പഠിച്ച മുസ്ലിമായ ആളുകൾ ചരിത്രത്തിൽ 1% പോലും ഉണ്ടാവില്ല. ലോക ചരിത്രം പഠിച്ചാൽ ഖുർആൻ പഠിച്ച മുസ്ലിമായ ആളുകൾ 1% പോലും ഉണ്ടാവില്ല. സ്വഹാബികളിലും ഇല്ല, 1% പോലും ഇല്ല. ഖുർആൻ പഠിച്ച് മുസ്ലിമായ സ്വഹാബികൾ 1% പോലും ഉണ്ടാവില്ല. 1% ഉണ്ടാവില്ല. 99% അല്ല, 1% ഉണ്ടാവില്ല. അവരെല്ലാം മുസ്ലിമായത് ബിമഅരിഫത്തി ഖീമത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ വില സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത വലിയ അതല്ലാഹു കൊണ്ട് തുറന്നു കൊടുക്കും മനുഷ്യൻ. അപ്പോൾ മുസ്ലിമായത് ബിഖീമത്തി മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫയുടെ വില കൊണ്ടാണ്. ഏറ്റവും വലിയ ഭാഗ്യമാണ് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വില അറിയുന്ന ആളാണ് ഏറ്റവും ആദ്യത്തെ മുസ്ലിം. അത് ഖദീജത്തുൽ കുബ്രയാണ്. ഈ വ്യക്തിയുടെ മഹത്വം അറിഞ്ഞ ആദ്യത്തെ ആൾ ഖദീജത്തുൽ കുബ്രയാണ്. ഈ മനുഷ്യനെ കല്യാണം കഴിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മനുഷ്യന്റെ മഹത്വം അറിഞ്ഞ ആളാണ് ഖദീജത്തുൽ കുബ്ര. ആ ആളാണ് ആദ്യത്തെ മുസ്ലിം. എന്നാൽ ഖുർആൻ ഖത്തം തീർത്ത് കിട്ടിയിട്ടില്ല. ചില്ലറ ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തിന് ഖദീജ മരിച്ചുപോയി. ആദ്യത്തെ മുസ്ലിം ഖദീജത്തുൽ കുബ്രയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ മുസ്ലിം ആരാ? ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര. അല്ലാഹു ഒരു ദറജ ഏറ്റി കൊടുക്കട്ടെ. മനസ്സ് തുറന്ന് പറയാം, ഒരു ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ഒരു ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അവർ ദറജ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവർ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അതുകൊണ്ടാണ് അവർ ഷഅബ് അബി ത്വാലിബിൽ അവർ രക്തസാക്ഷിയാകാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അവർക്ക് അതിൽ വരാൻ ആവശ്യമില്ല. ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും മാത്രമാണ് മക്കക്കാർ വിരോധിച്ചത്. ഇവർ അതിൽ പെടുന്ന സ്ത്രീയല്ല, ഒരു ബനു അസദാണ്. അപ്പോൾ ഒരു നിലക്ക് നോക്കിയാൽ ഉപരോധിക്കപ്പെട്ട ഭൂമിയിൽ വരേണ്ട ആവശ്യം ഖദീജക്കില്ല. ഖദീജയുടെ കുടുംബത്തിന് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമില്ല.
മക്കക്കാർ പുണ്യ നബിക്കും കുടുംബത്തിനും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ബനു ഹാഷിമിനും ബനു മുത്തലിബിനുമാണ്. എന്നാൽ ഖദീജ ബീവി ബനു ഹാഷിമും അല്ല, ബനു മുത്തലിബും അല്ല. പിന്നെ അവരാരാ? അവർ ബനു അസദാണ്. ബനു അസദോ? ബനു അസദ് ഖുറൈശികളുടെ കൂടെയാണ്. ബനു അസദ് പൊന്നുപോലെ പോറ്റുന്ന പെണ്ണാണ് ഖദീജ. ഖദീജയുടെ മേൽ ഒരു വാക്ക് പറയാൻ സമ്മതിക്കില്ല. ഖദീജ അവരുടെ രാജാത്യാണ്. അതുകൊണ്ട് ഖദീജ, നിങ്ങൾ നാളെ ഷഅബ് അബി ത്വാലിബിലേക്ക് ഞങ്ങൾ ഉപരോധം ആയതുകൊണ്ട് മലഞ്ചെരുവിലേക്ക് മാറി താമസിക്കുകയാണ്, നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചിഞ്ചായി മരിച്ചാലും നിങ്ങളെ വിട്ടെടുക്കാൻ കഴിയും. പിന്നെ എല്ലും തോലുമായി 2-2.5 കൊല്ലം പട്ടിണി കിടന്ന് എല്ലും തോലുമായി മരിച്ചു. മക്കക്കാരുടെ രാജകുമാരി ബനു അസദിന്റെ അമ്മായിയാ. ബനു അസദ് ഈറ്റപ്പുലികളാ. പക്ഷെ അമ്മായിയെ വിളിച്ച് അവരില്ല. അമ്മായി ഇവിടെ തന്നെ. മനസ്സിലായി? ഒരിക്കൽ ഹക്കീം ഇബ്നു ഹിസാം എന്ന ആൾ എന്ത് ചെയ്ത്? ഖദീജ ബീവിയുടെ ആങ്ങളയുടെ മകനാണ് ഹക്കീം ഇബ്നു ഹിസാം. അയാൾ എന്ത് ചെയ്ത്? അയാൾ ഭക്ഷണം കൊണ്ടുപോയി ഖദീജ ബീവിക്ക് കൊടുക്കാൻ. ഉപരോധകാലത്ത് ആ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ അബൂജഹൽ പിന്നാലെ കൂടി തടഞ്ഞു. അപ്പോൾ ബനു അസദ് അടിച്ചു വീഴ്ത്തി അബൂജഹലിന്. ഞങ്ങളെ മോൾ അവിടെ ഉണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, എതിർക്കാൻ നീ ആരാ? മനസ്സിലായില്ല? അബൂജഹലിനെ അടിച്ചു വീഴ്ത്തി. ആര്? ബനു അസദ് ഗോത്രക്കാർ. ആരും എതിർക്കാൻ പാടില്ല. കാരണം അവരുടെ തൊട്ട വിവരം അത്രയും വലിയ ഈറ്റപ്പുലികളാ ബനു അസദ്. പേരെന്നെ ബനു അസദ്. മനസ്സിലാവണ്ട പറഞ്ഞത്? ഞങ്ങളെ അമ്മായിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എതിർക്കാൻ ഈ ആരടാ? അടിച്ചു വീഴ്ത്തി ബനു അസദ്. ആരെ? അബൂജഹലിനെ. അങ്ങനെ ഖദീജയ്ക്ക് ആ കുടുംബം ഭക്ഷണം കൊടുത്തത്. എന്നാൽ ഈ കുടുംബം ആരെ കൂടിയാ? ഖുറൈശികളെ കൂടിയാ. എന്തുകൊണ്ട്? അവരെ അമ്മായിനെ മറക്കാൻ കഴിയില്ല. അവരെ കൂട്ടത്തിൽ രാജസ്ഥാനത്താണ് ആര്? ഖദീജ. പക്ഷേ അമ്മായി കൊണ്ട് പോരൂല. എന്ത് ചെയ്യും? ഭക്ഷണം എത്തിച്ചു കൊടുത്താലോ അവിടെ കൂടിയ ആളുകൾക്ക് മുഴുവനും വിതരണം ചെയ്ത് പട്ടിണി കിടക്കും. പട്ടിണി കിടന്ന് മരിച്ചില്ലേ ഖദീജ? ഷഹീദത്തു ശഅബ്, മലഞ്ചെരുവിലെ രക്തസാക്ഷി എന്നാണ് പേര്. ഖദീജയുടെ പേരേതാ? മലഞ്ചെരുവിലെ രക്തസാക്ഷി. ആര്? ഖദീജ. 5 വക്ത് നിസ്കരിച്ച് റമളാൻ മാസം നോമ്പ് പോറ്റ് ഹജ്ജ് ചെയ്ത് ജീവിച്ചിരുന്നു? ഇല്ല, ഹജ്ജില്ല. ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല ഖദീജ റളിയല്ലാഹു അൻഹ. റമളാനിൽ ഒരു നോമ്പ് വെച്ചിട്ടില്ല ഖദീജ. ഖുർആൻ ഒരിക്കൽ ഖത്തം തീർത്തിട്ടില്ല ഖദീജ റളിയല്ലാഹു അൻഹ. 5 വക്ത് നിസ്കാരം ജമാഅത്തിന് മറ്റോ പങ്കെടുത്തു ഖദീജ? ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാര്യവും ഖദീജ ബീവി ചെയ്തിട്ടില്ല. എന്നാൽ ആരാ? ഖദീജ. ഖദീജക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാണിക്കക്കല്ലിന്റെ മനോഹരമായ കൊട്ടാരം, അങ്ങനത്തെ ഒരു കൊട്ടാരം പണിത് വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ ഖദീജ ബീവിയുടെ കൊട്ടാരം ഒന്ന് വേറെയാ. ആ കൊട്ടാരത്തിന്റെ 7 അയലത്തെത്തുന്ന ഒരു കൊട്ടാരവും അവിടെയില്ല. സയ്യിദത്തുൻ നിസാഇ അഹ്ലുൽ ജന്ന, സ്വർഗീയ പെണ്ണുങ്ങളിലെ നേതൃമതിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ചിന്തിക്ക് മുഅ്മിനേ, നിങ്ങൾ എവിടെയാ പ്രശ്നം? കാര്യം മനസ്സിലാക്കുക. അറിഞ്ഞത് ഖീമത്ത് മുഹമ്മദിൻ, മുഹമ്മദിയത്തിന്റെ വില അറിഞ്ഞു. ഖീമത്ത് മുഹമ്മദ് അതറിയണം. അതറിയാത്തവരാണ് പിഴച്ചുകൊണ്ടിരിക്കുന്നത്. ലക്കും ലഗാനുമില്ലാതെ പിഴക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ലക്കും ലഗാനുമില്ലാതെ മനുഷ്യർ പിഴച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ലക്കും ലഗാനുമില്ലാതെ പിഴക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? അവർക്ക് ഖീമത്ത് മുഹമ്മദ് അറിയൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖീമത്ത് മുഹമ്മദ് അറിയുന്നവരാണ് പിഴച്ചൂല. ഒരിക്കലും പിഴക്കൂല. ഇമ്പോസിബിൾ. പിഴക്കൂല. ലക്കും ലഗാനുമില്ലാതെ മനുഷ്യർ പിഴച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ലക്കും ലഗാനില്ലാതെ പിഴക്കുക. എന്താ പിഴക്കാനുള്ള കാരണം? പിഴക്കാനുള്ള കാരണം ഖീമത്ത് മുഹമ്മദ് മുസ്തഫയുടെ വില അറിയുകയില്ല. ദീൻ എന്നാൽ അതാണ് ദീൻ. മുഹമ്മദിന്റെ വില അറിയലാണ് ദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരാൾ ഖുർആൻ മുഴുവനും കലക്കി കുടിച്ചു, ഖുർആൻ മുഴുവനും മനസ്സിലാക്കി അർത്ഥം പഠിച്ചു, ഖീമത്ത് മുഹമ്മദ് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുഅ്മിനാവില്ല. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരാൾ ഖുർആനിൽ ഒരു അക്ഷരം പോലും പഠിച്ചില്ല, പക്ഷേ ഖീമത്ത് മുഹമ്മദ് എന്താണെന്ന് അറിയും, അയാൾ മുഅ്മിനായിരിക്കും. അതാ ഒന്നും കൂടി പറയാം. ഒരാൾക്ക് ഖുർആൻ മുഴുവൻ അറിയും, അർത്ഥം അറിയും, എല്ലാം അറിയും, പക്ഷെ ഖീമത്ത് മുഹമ്മദ് അറിയില്ല, മുഹമ്മദിന്റെ വില അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറ, വെറുതെ ഇരിക്കല്ല, മുഹമ്മദ് മുസ്തഫ വില അറിയൂല. അവരോ ഒരാൾക്ക് ഖീമത്ത് മുഹമ്മദ് അറിയൂല, സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനാൻ കഴിയില്ല. ഒരാൾ ഖുർആൻ മുഴുവൻ പഠിച്ചു, വലിയ നിലയിൽ ഖുർആന്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിച്ചു, പക്ഷേ ഖീമത്ത് മുഹമ്മദ് മനസ്സിലാക്കിയില്ല, അയാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല. വേറെ ഒരാൾ അയാൾക്ക് ഖുർആൻ ഒന്നും അറിയില്ല, പക്ഷേ ഖീമത്ത് മുഹമ്മദ് അറിയും, അയാൾ മുഅ്മിനായിരിക്കും. മുഹമ്മദുൻ ബശറുൻ ലകൽ ബശരി യാഖൂതുൻ ഹജറുൻ ലകൽ ഹജരി. കൂടുതൽ വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. രക്ഷപ്പെടാവുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വഴി തുറക്കുകയാണ്. നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങളിഷ്ടം സൗകര്യം. ഒരു പ്രത്യേക കാലത്തിലൂടെയാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഈ അടുത്ത ദിവസം ഞാൻ കേട്ടു, അതും പരിസരത്തുള്ള ഒരാൾ, പാഴൂരിൻ്റെ പരിസരത്തുള്ള ഒരാളാണ് പറയുന്നത്. എന്താണ്? മുഹമ്മദിന് ഒരു വിലയുമില്ല, ഖുർആൻ ഒന്ന് കൊടുത്തു പോയി, ഇനി അയാൾക്ക് വിലയില്ല. ഇനി അയാൾ ജീവിച്ചാൽ പോലും ജീവിച്ചില്ല എന്ന് പഠിക്കുന്നതിൽ പോലും അർത്ഥമല്ല. മുഹമ്മദ് ജീവിച്ചാൽ എന്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറയുന്നത്? ഒരു മുസ്ലിം നാമധാരി പാഴൂരിൻ്റെ പരിസരത്ത് ജീവിക്കുന്നതാണ്. മുഹമ്മദ് നബി എന്നൊരാൾ ജീവിച്ചിരുന്നോ എന്ന് പോലും നമ്മൾ പഠിക്കുന്നതിൽ അർത്ഥമല്ല. ഈ മനുഷ്യൻ ജീവിച്ചാലും വേണ്ടില്ല, ജീവിച്ചില്ലാലും വേണ്ടില്ല. നമ്മളെ ലക്ഷ്യം ഖുർആൻ കിട്ടലായിരുന്നു, അത് കിട്ടി. ആ മനുഷ്യൻ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിലും അതൊരു വിഷയമല്ല. ഒരു മുസ്ലിം പറയാം. ചിന്തിക്ക്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മതിയായിരുന്നു. ഖുർആൻ അല്ലാഹു നമുക്ക് ഏറെ തന്നതാണ്. ഖുർആൻ അല്ലാഹു നമുക്ക് ഏറെ തന്നതാണ്. നമുക്ക് മുഹമ്മദ് നബി മാത്രമായാലും നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു ഭൂമിയിലേക്ക് മുഹമ്മദ് മുസ്തഫയെ അയച്ചു. ഖുർആൻ ഒരു വരി പോലും തന്നതുമില്ല, എന്നാലും മനുഷ്യൻ രക്ഷപ്പെടും. എന്നാൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഖുർആൻ നൽകി, മുഹമ്മദ് മുസ്തഫയെ തന്നില്ല, രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല. അതാണ് രീതി. അങ്ങനെ രീതി ചിന്തിക്ക്. അങ്ങ് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിലോ ഒരു വെച്ചു لقد من الله على المؤمنين إذ بعث فيهم رسولا. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്തത് ഇത് ബഅഥ ഫീഹിം റസൂലാ, അവർക്കിടയിൽ റസൂൽ നൽകിയതാണ്. അല്ലാഹു പറഞ്ഞു, പിന്നെ നീ എന്ത് സംശയിക്കണം? ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് അൻസല ഫീഹിം ഖുർആനൻ എന്നല്ല ആയത്ത്. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവർക്ക് ഖുർആൻ ഇറക്കി കൊടുത്തതാൽ ആണ് നല്ല പറഞ്ഞത്. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅഥ ഫീഹിം റസൂല. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫയെ അയച്ചു കൊടുത്തതാണ്. ഇത് ബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി. ആ റസൂൽ ആയത്തോടെ കൊടുക്കും. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം മുഹമ്മദ് മുസ്തഫയെ. ഒക്കെ പറ മുഹമ്മദ് മുസ്തഫ. വെറുതെ ഇരിക്കല്ല. മുഹമ്മദ് മുസ്തഫ പഠിക്കേണ്ടത് പോലെ പഠിക്കണം, ഇല്ലെങ്കിൽ അപകടം സംഭവിക്കും. ആ അപകടത്തിൽ അന്ന് നമ്മളുള്ളത്. പഠിക്കേണ്ടത് പോലെ പഠിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വില മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ആ വില മനസ്സിലാവില്ല എന്ന് മനസ്സിലാക്കാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയുകയില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് على النبي صلى الله لا إله إلا الله حسبي بجل الله. വേറെ ഇനി ഒരു യാഥാസ്ഥ്യം വേണ്ട,
വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. റസൂൽ എന്താണോ നിങ്ങളെ ഏൽപ്പിച്ചത്, ഇനി അതിന് വേറെ ഒരു തെളിവ് പരിശോധിക്കേണ്ടതില്ല. അത് റസൂലിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് പിടിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പോൾ ചില മുസ്ലിം നാമധാരികളുണ്ട്, അവർ നബിയിൽ നിന്ന് വന്നത് തന്നെ പിടിക്കണമെങ്കിൽ അവർക്ക് ഖുർആന്റെ ലക്ഷ്യം വേണം, ഇല്ലാതെ പിടിക്കൂല. ഖുർആൻ ഒപ്പിച്ച ഹദീസ് മാത്രമേ സ്വീകരിക്കൂ. അത് ഖുർആൻ ഒപ്പിച്ച ഹദീസാണെന്ന് അവരുടെ ബുദ്ധി പറയണം. ഖുർആനിൽ ഒരു ഹദീസിന് തെളിവ് കണ്ടിട്ടില്ലെങ്കിൽ ഹദീസ് സ്വീകരിക്കില്ല. തെളിവ് എവിടെ കാണണം? അവരെ ബുദ്ധി കാണണം. ഷാഫി ഇമാം കണ്ടിട്ട് കാര്യമില്ല. മനസ്സിലായോ പറഞ്ഞത്? മുസ്ലിമീങ്ങള് എത്രയാ ഈ പരിസരത്ത്, എത്രയാ ചിന്തിക്ക്. റസൂൽ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അത് പിടിച്ചുകൊള്ളുക. അപ്പോൾ ആ കാര്യം റസൂൽ പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി, പിടിച്ചോളണം. അതിന് ഖുർആന്റെ തെളിവുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതില്ല. അതേ സമയത്ത് ഖുർആൻ സ്വീകരിക്കുമ്പോൾ അത് റസൂൽ ആ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. റസൂൽ പറഞ്ഞതിന് ഖുർആന്റെ തെളിവിന്റെ ആവശ്യമില്ല. ഖുർആൻ ഒരാൾ സ്വീകരിക്കണമെങ്കിൽ ഈ ആശയത്തിലാണോ നബി അത് വിശദീകരിച്ചത് എന്ന് പരിശോധിക്കണം. അതിൻ്റെ കൂടെ ഉണ്ടോ? ഒരാൾക്ക് ഖുർആൻ കിട്ടിയത് കൊണ്ട് അതിനർത്ഥം വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റില്ല. ആ ആയത്തിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നബിയോ സ്വഹാബത്തോ ചെയ്തിട്ടുണ്ടോ എന്ന് അംഗീകരിച്ചാൽ മാത്രമേ അവൻ ആ നിലക്ക് ആ ഖുർആൻ ആയത്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ നബിയുടെ തെളിവ് വേണം. നബിയെ സ്വീകരിക്കാൻ ഒരു തെളിവും വേണ്ട. ഓപ്പണായിട്ട് ഖുർആൻ പറഞ്ഞു, നബി എന്ത് പറഞ്ഞാലും ചെയ്താലും ബോധ്യപ്പെട്ടോ ചെയ്തോളൂ, ഇനി തെളിവ് നോക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. റസൂൽ ഒരു കാര്യം കൊണ്ടുവന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് നിങ്ങൾ പിടിച്ചുകൊള്ളുക. അതിനി ഖുർആന്റെ തെളിവ് പരിശോധിക്കേണ്ട ആവശ്യമില്ല. റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം. റസൂൽ നിങ്ങളോട് ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അതിന് ഇനി വേറെ തെളിവ് നോക്കണ്ട. എന്നാൽ ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ അവർക്ക് ഇറക്കി കൊടുത്തത് അവർക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങയുടെ വിശദീകരണത്തിൽ ഇങ്ങനെ ആശയമുണ്ടെങ്കിൽ മാത്രമേ അത് അവർ സ്വീകരിക്കാൻ പാടുള്ളൂ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനസ്സിലായി പറഞ്ഞു. ജനങ്ങൾക്ക് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. മനുസിലയിലെയും അവർക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ പറഞ്ഞ ആശയം അങ്ങ് വിശദീകരിക്കണം. അങ്ങയുടെ വിശദീകരണത്തിന് എതിരായ ആശയം അവർക്ക് ഖുർആന്റെ പ്രത്യക്ഷത്തിൽ തോന്നിയാലും അവരത് സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾ ഒരു ഖുർആന്റെ വ്യാഖ്യാനം സ്വീകരിക്കണമെങ്കിൽ അതിന് നബിയുടെ തെളിവ് വേണം. നബിയെ സ്വീകരിക്കാനോ ഒരു തെളിവും വേണ്ട. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. അതിനനുസരിച്ച് ഖുർആൻ കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. നബിയെ സ്വീകരിക്കുന്ന നിരുപാധികമാണ്. ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ അതിന് ഈ അർത്ഥാശയം നബി കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാക്കി. ഇത് പറഞ്ഞ് മനസ്സിലാക്കടോ, ഇത് മനസ്സിലാക്കടോ. വിഡ്ഢികളെ കൂട്ടത്തിൽ കൂടല്ലേ? മനസ്സിലായോ? ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങയുടെ വിശദീകരണത്തിൽ ഉൾപ്പെട്ട ആശയം മാത്രമേ അവർ സ്വീകരിക്കാൻ പാടുള്ളൂ. നബി എന്തു പറഞ്ഞാൽ സ്വീകരിക്കും. അതിന് ഖുർആന്റെ തെളിവ് നോക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടാൽ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടോ വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ഖുർആനെ സ്വീകരിക്കണമെങ്കിൽ നബിയുടെ തെളിവ് വേണം. നബിയെ സ്വീകരിക്കാൻ ഒരാൾ തെളിവ് വേണ്ട. ഖുർആൻ നബിയെ നിരുപാധികം സ്വീകരിക്കാമെന്നത് ഓപ്പണാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്കണം. ഇതിനാണ് സുന്നി എന്ന് പറയാം. അല്ല തലക്കെട്ടാന്നല്ല. തലക്കെട്ട് ചിലപ്പോൾ ആദത്തായി വരും. ബാപ്പ വല്യാപ്പ ഉസ്താദ് വരൊക്കെ തലയെ കെട്ടിയിട്ട് ഇപ്പോൾ പല ആളുകളും തലയെ കെട്ടും. ഉള്ളിൽ വഹാബിൻ്റെ പൊതിയുണ്ടാവും. അങ്ങനത്തെ വഹാബികൾ
തലയെ കിട്ടുന്ന വഹാബികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു വഹാബികളുടെ കാലത്താണ്. നീ കുറേ വഹാബികൾ, മൂല്യന്മാർ വഹാബികൾ ഇറങ്ങും. അവർ ഖിയാമത്ത് നാളായി, ദജ്ജാൽ വരാനായില്ലേ, അപ്പോൾ കുറച്ച് ആളുകൾ ഇറങ്ങണമല്ലോ പെട്ടെന്ന്. നീ പെട്ടെന്നിറങ്ങും. നീ മൂല്യന്മാരായ വഹാബികൾ രംഗത്തിറങ്ങും. ഇനി അടിസ്ഥാന വഹാബികൾക്ക് പണി ഉണ്ടാവില്ല. നീ മൂല്യർ വഹാബികളാണ്, മൂല്യന്മാർ വഹാബികളാണ് ഈ കാര്യം നടത്തുന്നത്. അവർ മുദരിസ്മാരായിരിക്കും, അവർ പ്രൊഫസർമാരായിരിക്കും, അവർ വലിയ വലിയ സമ്മേളനങ്ങളിൽ അധ്യക്ഷം വഹിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ അവർ സുന്നികൾക്കെതിരായിരിക്കും. എന്തുകൊണ്ട്? അവരെ കൽബിൻ്റെ ഉള്ളിൽ ഈമാൻ കയറിയിട്ടുണ്ടാവില്ല. അവരെ എല്ലാം കൂടെ പപ്പടം പൊടിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടല്ല, ഞാൻ തൽക്കാലം അവരെ വിട്ടിരിക്കുകയാണ്. വഹാബികളെ കൂടെ കൂടരുത്. വഹാബികളെ പോലെ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിച്ച ഒരു സാധനം വേറെയില്ല. മുത്തും റസൂലുള്ളാഹിന്റെ വില കളഞ്ഞത് വഹാബികളാണ്. വില കളയാൻ ഇന്നും പണിയെടുക്കുന്നത് വഹാബികളാണ്. അവരുടെ ലക്ഷ്യം അവരല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളാണ്. വഹാബികളെ പോലെ മുസ്ലിം ഉമ്മത്തിന് വേറെ ശത്രുയില്ല. വഹാബികൾ ചെയ്തതുപോലത്തെ അക്രമം ഈ ഭൂമിയിൽ മുസ്ലിം സമുദായത്തിൽ ആരും ചെയ്തിട്ടില്ല. അത്രയും അക്രമമാണ് ചെയ്തിട്ടുള്ളത്. അവരെ കൂട്ടിപ്പിടിച്ചൊരു കാര്യം നടത്തിയാലും അതിന് ബർക്കത്തുണ്ടാവില്ല. കാര്യങ്ങളൊന്നും മനസ്സിലാക്കാത്ത പല ആളുകളും ഇപ്പോൾ അവരെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം അവർക്ക് എന്താണ് വഹാബി എന്നറിയാത്തത് കൊണ്ടാണ്. അതിന് കാരണം അവർ പഠിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് പഠിക്കുന്നില്ല? പഠിക്കാതിരിക്കാൻ കാരണം അവർക്ക് പഠിച്ചാൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുമോ എന്ന് പേടിയുള്ളത് കൊണ്ട്. പിന്നെ ഗൾഫിക്ക് പോകാൻ പറ്റൂലേ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വഹാബികളെ പറ്റി പഠിച്ചാണ് പ്രസംഗിച്ചാൽ പിന്നെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, രാജാക്കന്മാരെ നമ്മളെ ബാൻ ചെയ്താൽ, അങ്ങനെയൊക്കെ പേടിയുള്ളതുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പറയേണ്ടടുത്ത് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കുറച്ചും കൂടെ ലേശം ഞാനൊന്നിങ്ങനെ ചൂണ്ട ശരിക്ക് തൊള്ളയിൽ കുടുങ്ങട്ടെ എന്ന് വിചാരിച്ച് ലേശം വിട്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എനിക്ക് ആയുസ് തന്നാൽ അത് ശരിയാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് മരിച്ചു പോകുള്ളൂ. ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വഹാബികളുടെ തിന്മ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാണ്. എനിക്ക് അല്ലാഹു തആല തന്നൊരു തൗഫീഖാണ്. അതെനിക്ക് പള്ളർച്ച അറിയുകയും ചെയ്യും. അവരംഗീകരിക്കാൻ പാടില്ല. മുത്ത് റസൂലുള്ളാഹിന്റെ ഖീമത്ത് കളയാൻ ശ്രമിക്കുന്നതും അവരാണ്. അവർക്ക് എന്താ സംഭവിച്ചത്? അവർക്ക് അല്ലാഹുവിൻ്റെ ദീൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു പിഴപ്പിക്കുകയും ചെയ്തവരാണ്. അല്ലാഹു അവരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ വളരെ ചിന്തിക്കണം. നമ്മൾ ഗാമികളായ സ്വാലിഹീങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോരണം. റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും വീടുകൾ മൗലൂദ് ഓടണം. അതാര് കാണിച്ചെന്നു? ഒരു കണ്ണിയത്ത് കാണിച്ചു പോരെ? അതാര് കാണിച്ചെന്നു പറയണ്ടോ? കണ്ണിയത്ത് കാണിച്ചെന്നു. കണ്ണിയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. നമ്മുടെ സംശയം ആർക്കില്ല. കണ്ണിയത്ത് കാണിച്ചെന്നു. പിന്നാര് കാണിച്ചെന്നു? അത് ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങൾ കാണിച്ചെന്നു. പിന്നാര് കാണിച്ചെന്നു? പിന്നെ സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ കാണിച്ചെന്നു. പിന്നാര് കാണിച്ചെന്നു? ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കാണിച്ചെന്നു. മൗലവിമാരൊക്കെ കാണിച്ചെന്നു. ഇവരൊക്കെ കാണിച്ചെന്നു. മരിക്കുന്ന നേരത്തും മുത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ട് മരിച്ച ആളാണ് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആശുപത്രി കിടക്കയിൽ ബുറുദ എല്ലിപ്പിച്ച് അത് കഴിഞ്ഞു ചില്ലറ മിനിറ്റ് കൊണ്ട് മരിക്കുകയും ചെയ്തു. ബുറുദ എല്ലി കേട്ടു, പിന്നെ ചില്ലറ മിനിറ്റ് കഴിഞ്ഞു മരിച്ചു. ആര്? ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ഇതിപ്പോൾ ലീഗർക്ക് തന്നെ അറിയുമല്ലേന്ന് അല്ലാഹു ഒന്നും വിചാരിച്ചു ഒരു കുഴപ്പമില്ല. എനിക്കിതിനൊക്കെ ലൈസൻസാണ്. നല്ലോണം വിചാരിക്കുക. എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് ദുനിയാവ് ജീവിച്ചോളം തന്നെ പോരില്ല. ഇപ്പോൾ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സത്യം അറിഞ്ഞ് ജീവിക്കാം. ഇവരൊക്കെ കാണിച്ച മാർഗം ഇവരൊക്കെ പേച്ചോല. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പേച്ചാണെങ്കിൽ പിന്നെ നിനക്കെന്താ വില? സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ പേച്ചാണെങ്കിൽ പിന്നെ ഇജ്ജ് എങ്ങനെയാണ് നന്നാവുക? പാണപ്പാട്ട PMS പൂക്കോയ പേച്ചാണെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ സ്വാലിഹ്? കണ്ണിയത്ത് പേച്ചാണെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ മുത്തഖി? അതുകൊണ്ട് ചിന്തിക്കണം. കാലഘട്ടത്തിന്റെ വഹാബികളിൽ പെട്ടുപോകരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ വില അറിയണമെങ്കിൽ, ദീന് കൽബിൽ പ്രവേശിക്കണമെങ്കിൽ മുഹമ്മദിയത്ത് പ്രവേശിക്കാതെ അള്ളാഹുവിന്റെ ദീന് പ്രവേശിക്കുകയില്ല. ഇമാമിയങ്ങളിൽ എല്ലാ ഇമാമിയങ്ങളും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകളിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. മറ്റേ ഇമാമേരി, മറിയ ഇമാമേരി, ആ ഇമാമേരി, ഈ ഇമാമേരി, എല്ലാ ഇമാമിന്റെ ഞാൻ പഠിച്ചിടത്തോളം ഇമാമിയങ്ങളിൽ ബഹുഭൂരിപക്ഷം ഇമാമിയങ്ങളും അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി കിതാബ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും ചിലപ്പോൾ ആവർത്തനം തന്നെയാണ്. അവരെഴുതി തന്നെ പരിവയ്ക്ക് എന്ത് അങ്ങനെ ചെയ്തത്? അല്ലാതെ ദീൻ പൂർത്തിയാവില്ല എന്നവർ മനസ്സിലാക്കി. റസൂലുള്ളാഹിന്റെ മഹത്വം, മുഹമ്മദ് മുസ്തഫ അതാരെഴുതി? അതെല്ലാവരും എഴുതി. ചിന്തിക്കും. أرجو
ബിഹിം മുഅ്താഖദൻ ബിയദിൽ യമീനി സഹീഫതി. നബി കുടുംബമാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നബി കുടുംബമാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. നബി കുടുംബത്തിലൂടെ നബിയിലേക്ക് ചേരലാണ് എനിക്കുദ്ദേശം. എന്തിനാണ് ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചത്? അർജൂ ബിഹിം മുഅ്താഖദൻ ബിയദിൽ യമീനി സഹീഫതി. എനിക്ക് വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. ഇത് പറഞ്ഞതാരാ? ഇമാമുന ശാഫിഈ. എന്നിട്ടാണ് ഇന്നത്തെ വിഡ്ഢികളായ മുസ്ലിമീങ്ങൾ പറയുന്നത് അതിനൊന്നും ഒരു വിലയില്ല, നബി കുടുംബത്തിന് എന്ത് വിലയുള്ളത്? അവരാവശ്യമില്ലാതെ ഗർഭലയിൽ പോയി മരിച്ചുപോയി. ദിനവാൻ ആരാ പറയണ? തലയെ കെട്ടിയ വിഡ്ഢികള്, തലയെ കെട്ടിയ വിഡ്ഢികൾ പറയാ. എന്തിനാ കർബലയിൽ പോയി മരിക്കാൻ പോയത്? ആരെ പറഞ്ഞ്? ഇത്രയാൾ പറഞ്ഞു വേണ്ട വേണ്ട, പിന്നെ എന്തിനാ ചാടാൻ പോയത്? ആരെ പറ്റി പറയുന്നത്? സയ്യിദ് ഹുസൈനെ പറ്റി. സയ്യിദ് ഹുസൈൻ്റെ ഒരു രോമത്തിന്റെ വില കളഞ്ഞാൽ എടാ ദീൻ തലയെ കയറൂല, അള്ളാഹിന്റെ കൂടെ ഉണ്ടാവില്ല. നമുക്കും പേടിയായി. അത് പറഞ്ഞാൽ നമ്മൾ ശരിയാക്കിയാലോ, പിന്നെ നമുക്ക് പള്ളി പണി കിട്ടൂല. ഞാൻ പിന്നെ പഠിക്കാത്ത പണിയൊന്നുമില്ല, കന്ന് കൂട്ടുക, കളക്കുക, റബ്ബർ വിട്ടുക, ഇങ്ങനെ തുടങ്ങി ഏകദേശ പണിയൊക്കെ പഠിച്ചുകൊണ്ട് എനിക്ക് പള്ളിയിലെ പണിൻ്റെ ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം തിന്നാനുള്ള നെല്ല് അള്ളാഹു തല പാടത്ത് തന്നെ തരലുണ്ട് അബ്ബിൻ്റെ സഹായത്ത്. പിന്നെ ഇപ്പം അത്രയല്ലേ ചോറല്ലേ ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ കിണറ്റിൻ്റെ പരിസരത്ത് കുറച്ച് മുരിങ്ങാമരം കുഴിച്ചിട്ടാലും മതി. അതുകൊണ്ട് എനിക്ക് പള്ളിപ്പണിൻ്റെ ആവശ്യമല്ല. ഇനി എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വിലയുള്ളത് സയ്യിദ് ഹുസൈനെയാണ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഹസനെയാണ്, ഫാത്തിമ ബീവിയാണ്, ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹു, അവരെ വലിയ മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. എന്തേ ഇമാം ഷാഫി പറഞ്ഞത്? അർജൂ ബിഹിം മുഅ്താഖദൻ ബിയദിൽ യമീനി സഹീഫതി. ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചത് എന്തിനാണ്? എനിക്ക് വലത്തെ കയ്യിൽ കിതാബ് കിട്ടാനാണ്. ആരെപ്പാ അറിയുന്നു നോക്കണം. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടുള്ള ആള്. മുസ്ലിമീങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്കാരം നോമ്പിനെയും അമലുകളെ മസാലകൾ കൃത്യമാക്കി കൊടുത്ത ആൾ ഇമാം ഷാഫിഈയാണ്. കോടാനക്കോടി ആളുകളാണ് ഷാഫി ഇമാമിന്റെ ഇൽമിൽ നിന്ന് ഇന്നും നിസ്കരിക്കുന്നത്, വളു എടുക്കുന്നത്. ആണോ അല്ലേ? നമ്മളൊരു നിസ്കാരം നടത്തിയാൽ ഒരു കൂലിയായിരിക്കാം ഷാഫി ഇമാമിന്. നമ്മളൊരു വളു എടുത്താൽ കൂലിയായിരിക്കാം. പറയണു ഇത് ഇന്നാണ് വളു, ഇതാണ് നിസ്കാരം, ഇതാണ് നോമ്പ്, ഇതാണ് ഹജ്ജ്, ഇതാണ് ഇങ്ങനെ എന്ന് ഈ ദുനിയാവിൽ ആരെക്കാളും പഠിപ്പിച്ച മഹാനല്ലേ ആര്? ഇമാം ഷാഫി. ആ ഇമാം ഷാഫിയാ പറഞ്ഞത് എനിക്ക് പരലോകത്ത് രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയല്ല, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ പിടിച്ചാലല്ലാതെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. ഞാൻ അവരെ സ്നേഹിക്കുകയാണ്. എന്തിന്? അർജൂ ബിഹിം മുഅ്താഖദൻ ബിയദിൽ യമീനി സഹീഫതി. എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാനാണ് ഞാൻ നബി കുടുംബത്തെ സ്നേഹിക്കുന്നത്. ആരാ പറഞ്ഞത്? മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശഫീഈ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുന്ന ഒരാൾ എനിക്ക് ശേഷം വരുമെന്ന് റസൂലുള്ളാഹ് നേരത്തെ പറഞ്ഞ ആളാണ് ഷാഫി ഇമാം. ഷാഫി ഇമാമിനെ പറ്റി നബി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ഒരാൾ വരും, ആ ആൾ ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കും. ആ ഹദീസ് പഠിച്ച എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു അത് ആരെ പറ്റി പറഞ്ഞല്ല, അത് ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞല്ല. മനസ്സിലായോ പറഞ്ഞത്? ഷാഫി ഇമാമിനെ പറ്റി നബി ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമൻ. ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുന്ന ഒരാൾ എനിക്ക് ശേഷം വരാനുണ്ട്. ആ ഹദീസിനെ പറ്റി എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു കുന്നാ നറാ അന്നഹു ശഫീഈ. അത് ഷാഫി ഇമാമിനെ പറ്റിയാ. ഇത്രയും വലിയ ആളാ ഇമാമിനെ ശഫീഈ. ആ ഷാഫി ഇമാമ പറഞ്ഞത് എനിക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെയും കുടുംബത്തെയും സ്നേഹിച്ചുകൊണ്ട് വലത്തെ കയ്യിൽ കിതാബ് വാങ്ങണം, അല്ലാതെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ എനിക്കൊരു പ്രതീക്ഷയുമില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എല്ലാ വീടുകളിലും മൗലിദ് ഓതണം. അപദാനങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ വില പറഞ്ഞു കൊടുക്കണം. വില അറിയാത്ത, ഒരിക്കലും വില നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ രത്നമാണ് മുഹമ്മദ് മുസ്തഫ. അതിനേക്കാളും വലിയൊരു മാണിക്കക്കല്ല് ഭൂമിയിലേക്ക് തന്നിട്ടില്ല. ഭൂമിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവിലും ആഖിറത്തിലേക്കും വലിയ നിധി അള്ളാഹ് തന്നു കഴിഞ്ഞു. പരലോകത്ത് പോലും ഇതിനേക്കാൾ വലിയ നിധി ഇല്ല. ആ നിധി മനസ്സിലാക്കിയവർക്ക് പരലോകത്ത് ദർജ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആലക്ക് മുഹമ്മദ് മുസ്തഫയേക്കാൾ വലിയൊരു സമ്മാനം ഇനി നമുക്ക് തരാനില്ല. സ്വർഗം പോലും മുഹമ്മദ് നബിയേക്കാൾ വലിയ സമ്മാനമല്ല. വമാ അർസൽനാക വമാ ഖലഖനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സ്വർഗത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. സ്വർഗത്തിനെ പറ്റി പറഞ്ഞത് മനസ്സിലായില്ലേ? അത് മുഅ്മിനീങ്ങൾക്കുള്ള ത്വാഅ. എന്നാൽ മുത്തുനബിയെ പറ്റി പറഞ്ഞു വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ
ആലമീൻ. സ്വർഗത്തിനേക്കാളും വലിയത് സമ്മാനം മുഹമ്മദ് മുസ്തഫയാണ്. എന്തിനേക്കാളും വലിയ സമ്മാനം മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ഹബീബിന്റെ വില അറിഞ്ഞ ഒരാൾ പരാജയപ്പെടുകയില്ല. അത് വില അറിയൽ എങ്ങനെ? അറിയൂല എന്നറിയുക. അള്ളാഹിന്റെ ഹബീബിന്റെ അറിയില്ല എന്നറിയാം. تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ദാരി പറഞ്ഞരാ ജിബ്രീൽ അലൈഹിസ്സലാം. അത് കവിതയാക്കി വെളിയങ്കോട് മർക്കാളി ഒരു സ്ഥലത്തെത്തിയപ്പോൾ, ആകാശാരോഹണ യാത്രയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇനി അവിടത്തേക്ക് പോകാൻ, ഇനി അപ്പുറം വിട്ടുകിടക്കാൻ എനിക്ക് അനുവാദമില്ല. ദാനി ഇന്നെ അവിടെ വിട്ടാളി. തഖദ്ദം, അങ്ങേക്ക് മുന്നോട്ട് പോകാം, എനിക്ക് അങ്ങോട്ട് കയറാൻ അനുവാദമില്ല. മനസ്സിലായില്ല? ആര് പറഞ്ഞു? സയ്യിദുനാ ജിബ്രീൽ. ആരോട് പറഞ്ഞു? മുത്തുനബിയോട് പറഞ്ഞു. ഇത് മഹാന്മാരായ പരിശുദ്ധമായ ഹദീസു ഷരീഫ. അതിനെ കവിതയാക്കി ആര്? വെളിയങ്കോട് മർക്കാളി. ദഅനി, എന്നെ അവിടെ വിട്ടാളി നബിയെ. തഖദ്ദം, അങ്ങ് മുന്നോട്ട് പോവുക. യാ ഹബീബി, യാ ഹബീബേ ലാ തഖഫ്, അങ്ങ് പേടിക്കണ്ട. അബിശ്ർ, സന്തോഷഭരിതനാവുക. തുനാജി റബ്ബകൽ ഖയ്യൂമ, ഖയ്യൂമായ റബ്ബിനോട് അങ്ങേക്ക് സംഭാഷണം നടത്താം. എനിക്കത് പറ്റൂല, എനിക്കതിന് അനുവാദമില്ല. ആര് പറഞ്ഞു? ആരോട്? സയ്യിദുനാ ജിബ്രീൽ പറഞ്ഞു. ആരോട്? ഇതൊക്കെ ഇവിടെ എഴുതി വെച്ച് പോയാ ഇവരൊക്കെ പേച്ചിട്ട് നിങ്ങൾ ഈ 4 വീഡിയോകൾ മൃഗത്ത് പോവുകടൂ. ഇതിവിടെ എഴുതി വെച്ച പിന്നെ മുറുകാളിയും മമ്പർത്തങ്ങളും ഇവരൊക്കെയാണ് പേക്ക. ഈ അവസാന കാലത്ത് വന്ന ഈ നമ്മൾ രാവിലെ പറഞ്ഞത് ഉച്ചക്ക് അന്തല്ലാത്ത ഈ വീഡിയോകളൊക്കെയാണ് സ്വർഗത്ത് പോകുന്നത്. അങ്ങനെ എന്ത് വർത്താനം, എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എഴുതി വെച്ച് പോയാ ഇതാണ് റസൂലുള്ളാഹിന്റെ സ്ഥാനം. ജിബ്രീൽ പോലും പറഞ്ഞു, എനിക്ക് ഇറങ്ങാൻ പറ്റൂല. تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലും മുത്ത് റസൂലുള്ളാഹിന്റെ ബനാനങ്ങൾ പാടണം. എല്ലാ വീടുകളും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാസം കൊണ്ട് ആയതുകൊണ്ട് അതൊന്ന് ഭംഗിപ്പെടുത്തണം. എല്ലാ വീടുകളിലും മനോഹരമായ വീടൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് അവിടെ നല്ല രാത്രികാലങ്ങളും പകലാണെങ്കിലും നല്ല പെർഫ്യൂമൊക്കെ, നല്ല സുഗന്ധം, നല്ല ബുഹൂർ, അതിനൊക്കെ കഴിയുന്ന ആളുകൾ നല്ല ബുഹൂറൊക്കെ പുകപ്പിച്ച് രാത്രികാലങ്ങളിലും മറ്റും മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബദാനങ്ങൾ പാടുകയും റസൂലുള്ളാഹിക്ക് വേണ്ടി ഫാത്തിഹ സൂറത്തിനെ പെരുപ്പിക്കുകയും സ്വലാത്തിനെ പെരുപ്പിക്കുകയും ചെയ്യണം. ഇത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ രാവും പകലും റസൂലുള്ളാഹിക്ക് സ്വലാത്തിലാണ്. രാവും പകലും സ്വലാത്തിലാണ് റസൂലുള്ളാഹിക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ.